വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ യൂണിറ്റ് 3യുടെ പാഠം 1 കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ടെസ്റ്റ് ഒന്ന് നോക്കണേ കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ യൂണിറ്റ് 3 ഒന്നല്ലേ നാം എന്ന് പറയുന്ന ഒരെണ്ണം കണ്ടായിരുന്നു. നിങ്ങളുടെ ടെസ്റ്റ് എടുത്ത് നോക്കണേ. അപ്പം പ്രകൃതിയെയും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരെയും ചൂഷണം ചെയ്യുന്നതിനോടുള്ള പ്രതിഷേധമാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ നിങ്ങൾ ഓർക്കുക എന്ന കവിത. ഗോത്ര ജീവിത അനുഭവങ്ങളെക്കുറിച്ചുള്ള പി ശിവലിംഗൻ്റെ കവിതയാണ് വെളിയെ എന്ന് പറയുന്ന ഒരു കവിത കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് യൂണിറ്റ് 3യിൽ 1ാമത്തെ പാഠത്തിനകത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? യൂണിറ്റ് 3 ആണ്. അതിനകത്തിൽ 1ാമത്തത് ഒന്നല്ലീ നാം എന്ന് കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ടെസ്റ്റ് എടുത്ത് നോക്കണം. അതിനകത്തിലാണ് എന്താ നിങ്ങൾ ഓർക്കുക. അതാരാ? പ്രകൃതിയെയും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരെയും ചൂഷണം ചെയ്യുന്നതിനോടുള്ള പ്രതിഷേധമാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ നിങ്ങൾ ഓർക്കുക എന്ന കവിത. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് ഗോത്ര ജീവിത അനുഭവങ്ങളെക്കുറിച്ചുള്ള പി ശിവലിംഗൻ്റെ കവിതയാണ് വെളിയെ കേട്ടോ. അതിൻ്റെ ഒരു നോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. നോട്ട് എത്രത്തോളം ചുരുക്കി എഴുതാമോ അത്രത്തോളം ചുരുക്കി തന്നെ നിങ്ങൾ എഴുതിയേക്കുന്നത്. ഞാൻ അതിൻ്റെ മീനിങ് പകരം പദങ്ങൾ ഒരു 5 എല്ലാത്തിൻ്റെ ഒരു 5 വീതം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പം തേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മധു, മടു, മകരന്തം, കടൽ, ആഴി, അബ്ദി, സാഗരം, കാട്, അടവി, വിപിനം, വനം, നദി, സരിത്ത്, തടിനി, പുഴ. തേൻ, മധു, മടു, മകരന്തം 5 വീതം ഒരു ഈ പാഠം എഴുതി തരാം കടമ്മനിട്ട രാമകൃഷ്ണനാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓർക്കുക എന്ന പാഠത്തിൻ്റെ എൻ്റെ ടെസ്റ്റ് നിങ്ങളൊന്ന് നോക്കണമെങ്കിൽ എൻ്റെ ചുരുക്കി പറഞ്ഞാൽ എന്തോന്നറിയോ? ഞാൻ പറയുന്നത് കേൾക്കണം. കേട്ടിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. എൻ്റെ ചുരുക്കി ഞാൻ പറയാം, ടെസ്റ്റ് വായിക്കുമ്പോൾ ഒരുപാടുള്ളത് കൊണ്ട്. അതായത് മലഞ്ചൂരൽ മടയിൽ നിന്നാണ് കുറത്തിയുടെ വരവ്. ഇവിടുന്ന് മലഞ്ചൂരൽ മടയിൽ നിന്നാണ് കുറത്തിയുടെ വരവ്. മലയിറങ്ങി വന്ന് സമൂഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കുറത്തി. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുകയാണോ? ചോദ്യമായി ഇതെല്ലാം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ഇതുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് കുറത്തി ചോദിക്കുന്നത്? നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുകയാണോ? അവിടെ ക്വസ്റ്റ്യൻ മാർക്കാ. നിങ്ങൾ അവരുടെ കണ്ണീർ നിറഞ്ഞ കണ്ണുകളെ ചൂഴ്ന്നെടുക്കുകയാണോ? എന്തെല്ലാം ചോദിക്കുന്നത് നോക്കണേ. ഞങ്ങളുടെ കുഴിമാടം നിങ്ങൾ കുളം തോണ്ടുകയാണോ? എന്നിങ്ങനെ മേലാളവർഗത്തിനു നേരെയുള്ള ആത്മരോഷമാണ് കുറത്തിയുടെ ഓരോ ചോദ്യവും. നിങ്ങൾ ഓർക്കണം, നിങ്ങളെങ്ങനെ നിങ്ങളായി എന്നാണ് കുറത്തി തുടർന്ന് ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം കേട്ടോ. നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന് നിങ്ങളൊന്ന് ഓർക്കുന്നതല്ലാന്ന് കുറത്തി ചോദിക്കുന്നതാണ്. കാട്ടുവള്ളിക്കിഴങ്ങുമാന്തി ചുട്ടുകൊടുത്ത് മേലാളരുടെ വിശപ്പും കാട്ടുചോലയിലെ തെളിനീര് പകർന്നുകൊടുത്ത് ദാഹവും മാറ്റിയത് ഞങ്ങളാണ്. പൂത്ത മാമരച്ചോട്ടിൽ അവർ കാറ്റുകൊണ്ട് മയങ്ങിയപ്പോൾ കണ്ണിമയ്ക്കാതെ അവിടെ കാവലു നിന്നു. കാട്ടുപോത്തും കരടിയും കടുവയുമെല്ലാം ആക്രമിക്കാൻ വന്നപ്പോൾ കൂർത്ത ആയുധങ്ങളുമായിട്ട് അവയെ എതിർത്ത് കാത്തുരക്ഷിച്ചത് ഞങ്ങളാണ്. പുലിയുടെ കൂർത്ത പല്ലിനിരയായപ്പോഴും ആ പല്ല് അടർത്തിക്കളഞ്ഞ് വില്ലുമായി വീര്യത്തോടെ വീണ്ടും കുതിച്ചു പാഞ്ഞു. ഇങ്ങനെ മേലാളവർഗത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതവും ജീവനുമെല്ലാം ത്യജിക്കാൻ തയ്യാറായവരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നാണ് കുറത്തി ചോദിക്കുന്നത്. നദിയും കാടും കടലുമെല്ലാം അരിച്ച് കനകവും സ്വർണവും മരവും പൂവും തേനുമെല്ലാം കാഴ്ചയായി നൽകിയതും കുറത്തി ഓർമ്മിപ്പിക്കുന്നു. തങ്ങളുടെ സമ്പത്ത് ചൂഷണം ചെയ്തതിനെ ചോദ്യം ചെയ്യുകയാണ് കുറത്തി ഇവിടെ. മതമിളകിയ കൊമ്പനാനെയും നായ്ക്കളെയും എല്ലാം മെരുക്കി അവർക്കായിട്ട് കാഴ്ചവെച്ചു. പശുക്കളെ കറന്ന് നിറയെ പാല് നൽകി. മരം മുറിച്ച് പുല്ലുമേഞ്ഞ് തട്ടൊരുക്കി തളമൊരുക്കി വീട് പടിഞ്ഞു കൊടുത്തു. മലയെല്ലാം കിളച്ച് മറിച്ചിട്ട് എന്ത് ചെയ്തു? ചെളി കലക്കി മുള വിതച്ച് മൂട നിറച്ച് അവർ വിളവ് നൽകി. എന്നിട്ടോ കാട്ടുദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ കതിര് കാളയെ ഉണ്ടാക്കി തിറയെടുത്തു. ഇങ്ങനെ സ്വന്തം ജീവിതം മറന്ന് മേലാളർക്ക് വേണ്ടി അധ്വാനിച്ചവർക്ക് വിശപ്പകറ്റാൻ ആഹാരമില്ല. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് നാണം മറയ്ക്കാൻ വസ്ത്രമില്ല, അന്തിയുറങ്ങാൻ വീടില്ല.
അന്തിവെട്ടത്തിന് തിരികൊളുത്താൻ എണ്ണയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളുകയാണ് നമ്മുടെ കുറത്തി. കാലാകാലങ്ങളായി അടിസ്ഥാനവർഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂഷണത്തോടുള്ള പ്രതിഷേധമാണ് കുറത്തിയിലൂടെ കവി അവതരിപ്പിക്കുന്നത്. ഇതാണ് കുഞ്ഞുങ്ങളെ കഥ. ഞാൻ ചുരുക്കി പറഞ്ഞതാട്ടോ കഥ കേട്ടോ. ആ കവിതയുടെ ആശയം അത്രയായിരുന്നു കുഞ്ഞുങ്ങളെ. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് വെളിയെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനകത്തിൽ നമ്മൾ ഈ ഗോത്ര വിഭാഗം ഉണ്ടല്ലോ, അവരുടെ സംസാരവും നമ്മൾ സാധാരണ നമ്മളൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ സംസാരിക്കുന്നത് തങ്ങളൊരു വ്യത്യാസമുണ്ട്. ഇപ്പം നാമ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് എങ്ങനെയാ, നമ്മളെന്താ ഞങ്ങൾ അല്ലേ, തായ് അവർ പറയുന്നത് നമ്മൾ പറഞ്ഞ തായ് എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ അമ്മ, പിള്ളെ കുട്ടികൾക്ക് പറയുന്ന പിള്ളെ, മൂന്ന് ജനിച്ചാൽ എന്ന് വെച്ചാൽ പറന്ത എപ്പോഴാണ് ഉള്ളിൽ എന്ന് വെച്ചാൽ ഉള്ളേ, എല്ലാം അവർ പറയുന്ന ഒരു വെറൈറ്റിയാണ് അല്ലേ. ഇത് ഗോത്രവർഗ്ഗക്കാർ സംസാരിക്കുന്ന രീതിയാണ്, ഇത് നമ്മൾ സംസാരിക്കുന്ന രീതിയാണ്. തങ്ങളൊരു വ്യത്യാസം കണ്ടോ. ഇതുപോലെ ഒരുപാട് വാക്കുകൾ നിങ്ങൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതിൻ്റെ ടെസ്റ്റിനകത്ത് ചോദിച്ചിട്ടുണ്ട് ഇതര ഗോത്ര ഭാഷകൾ, സമാനമായ മലയാള പദങ്ങൾ. ഇപ്പം ഈ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് അവർ പറയുന്നത് ഈ പി എന്നാണ് കേട്ടോ. ചുന്ദരി, നമ്മൾ സുന്ദരിയാന്ന് പറയത്തില്ല, അവർ പറയുന്നത് ചുന്ദരിയ. ചന്ദ്രന് പറഞ്ഞ ധോവി, പഴത്തിന് പറഞ്ഞ പാമ്പ്, പാത്രത്തിന് പറഞ്ഞ തട്ട, മുയലിന് പറഞ്ഞ മസാലെ, കാടിന് സോലെ, കാട്ടുസോലെ എന്ന് പറയും കാടിന് കേട്ടോ, സോലെ. മണ്ണിരയ്ക്ക് നോനെ, ആനയ്ക്ക് രാജ, സ്വപ്നത്തിന് കനാസ്. ഇങ്ങനെ വെറൈറ്റി ഒരുപാട് പേരുകൾ നമ്മുടെ ഈ ഗോത്ര വിഭാഗത്തിൻ്റെ നമ്മളും തങ്ങളിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാഠത്തിലെ ഒന്നാമത്തെ ചോദ്യം നോക്കണേ കുഞ്ഞുങ്ങളെ. നമ്മുടെ ടെസ്റ്റിലെ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളാണ്. നോക്കിയേ, സമൂഹത്തോട് കവി ഉന്നയിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ എന്തെല്ലാമാണ്? കവി ഇവിടെ നമ്മൾ കുറത്തി പറയുന്നതായിട്ട് പറയുന്നുണ്ടല്ലോ, എന്തെല്ലാമാണ് കുഞ്ഞുങ്ങളെ ഒന്ന് പറഞ്ഞേ. ചുരുക്കി എഴുതിയേക്കാട്ടോ, എല്ലാം അങ്ങ് ചുരുക്കുക കേട്ടോ. നോക്കിക്കേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്ട് ഇത്രയും വരുന്നുണ്ട്. സമൂഹത്തോട് കവി ഉന്നയിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ എന്തെല്ലാം? അധ്വാനവർഗത്തെ ചൂഷണം ചെയ്തവരോടുള്ള പ്രതിഷേധം കുറത്തിയുടെ ചോദ്യങ്ങളിലുണ്ട്. ഇനി ആ ചോദ്യങ്ങൾ ഇപ്പം ഞാൻ വായിച്ചായിരുന്നു. എന്തൊക്കെയായിരുന്നു നിങ്ങളെ? നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുകയാണോ? നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകളെ ചൂഴ്ന്നെടുക്കുകയാണോ? നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുകയാണോ? നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിയത്? മറ്റുള്ളവർക്കായി ജീവിതസുഖങ്ങൾ ത്യജിച്ച ഞങ്ങൾക്ക് ആഹാരം എവിടെ? ഞങ്ങളുടെ മെലിഞ്ഞ പൈതങ്ങൾക്ക് നാണം മറയ്ക്കാൻ വസ്ത്രം എവിടെ? അന്തി ഉറങ്ങാൻ കൂര എവിടെ? അന്തിക്ക് വെളിച്ചം കാണുന്നതിന് തിരികൊളുത്താൻ എണ്ണ എവിടെ? എന്നെല്ലാമാണ് കുറത്തിയിലൂടെ നമ്മുടെ കവി ചോദിക്കുന്നത്. എല്ലാം നിങ്ങൾ ഇത് ഓരോന്നും ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ, ഓരോ ചോദ്യങ്ങളാണ്. അത് നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അധ്വാനവർഗത്തെ ചൂഷണം ചെയ്തവരോടുള്ള പ്രതിഷേധം കുറത്തിയുടെ ചോദ്യങ്ങളിലുണ്ട്. എന്തൊക്കെയാ? നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുകയാണോ? നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകളെ ചൂഴ്ന്നെടുക്കുകയാണോ? നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുകയാണോ? നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിയത്? മറ്റുള്ളവർക്കായി ജീവിതസുഖങ്ങൾ ത്യജിച്ച ഞങ്ങൾക്ക് ആഹാരം ഇന്നെവിടെ? ഞങ്ങളുടെ മെലിഞ്ഞ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ പൈതങ്ങൾക്ക് നാണം മറയ്ക്കാൻ വസ്ത്രം എവിടെ? പോട്ടെ, അന്തി ഉറങ്ങാൻ കൂര എവിടെ? അന്തിക്ക് വെളിച്ചം കാണുന്നതിന് തിരി കൊളുത്താൻ എണ്ണ എവിടെ? എന്നെല്ലാമാണ് നമ്മുടെ കുറത്തിയിലൂടെ കവി ചോദിക്കുന്നത്. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. അത് അതുപോലെ തന്നെ അങ്ങ് പഠിക്കണം കേട്ടോ. അതാ ടെസ്റ്റിലെ ക്വസ്റ്റ്യനാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഓർക്കുക. നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ ഓർക്കുക എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. ചർച്ച ചെയ്ത് എഴുതാനാണ് ആ ചോദ്യം. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലിന് കവിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മുടെ ചോദ്യം. നോക്കാം കുഞ്ഞുങ്ങളെ. മേലാളന്മാരുടെ സുഖജീവിതത്തിന് വേണ്ടി ജീവിത സുഖങ്ങളൊക്കെ ത്യജിക്കേണ്ടി വന്ന അധ്വാനവർഗത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ് നമ്മുടെ കവി. ഒന്നാമത്തെ എന്താണ്? മേലാളന്മാരുടെ സുഖജീവിതത്തിന് വേണ്ടി, അത് നോക്കണേ, സുഖജീവിതത്തിന് വേണ്ടി ജീവിത സുഖങ്ങളൊക്കെ ത്യജിക്കേണ്ടി വന്ന അധ്വാനവർഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കവി. മനുഷ്യരെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. പിന്നോ ഒരിക്കൽ അവർ കാടിൻ്റെ മക്കളായി ജീവിച്ചിരുന്നവരാണ്.
നഗരവാസികളായ മനുഷ്യർ ഇന്ന് തങ്ങളും ആ മനുഷ്യരുടെ ഭാഗമായിരുന്നു എന്ന കാര്യം തീർത്തും മറന്നിരിക്കുന്നു. ഓരോ സെന്റൻസും മനസ്സിലാക്കി പഠിക്കണേ. മേലാളന്മാരുടെ സുഖജീവിതത്തിന് വേണ്ടി ജീവിത സുഖങ്ങളൊക്കെ ത്യജിക്കേണ്ടി വന്ന അധ്വാന വർഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കവി, അല്ലെ? മനുഷ്യരെല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടവരാണ്. ഒരിക്കൽ അവർ കാടിന്റെ മക്കളായി ജീവിച്ചിരുന്നവരാണ്. നഗരവാസികളായ മനുഷ്യര് ഇന്ന് തങ്ങളും ആ മനുഷ്യരുടെ ഭാഗമായിരുന്നു എന്ന കാര്യം തീർത്തും മറന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് അത്രയും എഴുതിയാൽ മതി, ചെറിയൊരു ഇതായിട്ട് അത്ര എഴുതിയാൽ മതി കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ കുറച്ചുകൂടെ ഉണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു അല്ലേ. അവരിന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്കായി ഒരുക്കി കൊടുത്തത് കാട്ടുവാസികളായ ജനങ്ങളുടെ പൂർവികന്മാരായിരുന്നു, അല്ലേ? അവരിന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്കായിട്ട് ഒരുക്കി കൊടുത്തത് ഈ ഇപ്പൊ താമസിക്കുന്ന കാട്ടുവാസികളായ ജനങ്ങളുടെ നേരത്തെയുള്ള ആൾക്കാർ, അല്ലെ, പൂർവികന്മാരായിരുന്നു. എന്നാൽ ആ വസ്തുത ഇന്ന് നാട്ടുവാസികളായ ജനങ്ങൾ അതൊന്നും ഇന്ന് ഓർക്കുന്നില്ല, അല്ലേ? അവരിന്നത്തെ കാര്യങ്ങൾ മാത്രമേ ഓർക്കുന്നുള്ളൂ. അവർക്കിത് എങ്ങനെ കിട്ടി എന്നൊന്നും അവരിന്ന് ഓർക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കാട്ടിലെ ജനങ്ങൾ അപരിഷ്കൃതരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കാട്ടിൽ താമസിക്കുന്ന ജനങ്ങളെല്ലാം അപരിഷ്കൃതരാണെന്നാണ് പറയുന്നത്. നാട്ടുവാസികളായ ജനങ്ങൾ അവരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ കെട്ടിടങ്ങളും തൊഴിൽശാലകളും നിർമ്മിക്കുന്നു. അതിനായിട്ട് അവർ കുന്നുകളും കാടുകളും കയ്യേറുന്നു. അവിടുത്തെ മൃഗങ്ങളെ കൊന്നൊടുക്കുകയും മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും ചെയ്യുന്നു. കാട്ടുമക്കൾക്ക് ആകെയുള്ള ആശ്രയസ്ഥാനം ഇല്ലാതാക്കുന്നു എന്നതാണ്. അതിനാലാണ് കവി നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ നിലയിൽ എത്തിയതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണമെന്ന് പറയുന്നത്. ഇത് ചോദ്യം കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ നിലയിൽ എത്തിയതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണമെന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മുടെ ചോദ്യം, അല്ലേ? അപ്പം അവരിന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്കായി ഒരുക്കി കൊടുത്തത് കാട്ടുവാസികളായ ജനങ്ങളുടെ പൂർവികന്മാരായിരുന്നു. എന്നാൽ ആ വസ്തുത ഇന്ന് നാട്ടുവാസികളായ ജനങ്ങൾ ഓർക്കുന്നില്ല കുഞ്ഞുങ്ങളെ. അവരെ സംബന്ധിച്ചിടത്തോളം കാട്ടിലെ ജനങ്ങളെല്ലാം വെറും അപരിഷ്കൃതരാണ്. നാട്ടുവാസികളായ ജനങ്ങൾ അവരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പുതിയ കെട്ടിടങ്ങളും തൊഴിൽശാലകളും ഒക്കെ നിർമ്മിക്കുന്നു. അതിനായിട്ട് അവർ കുന്നുകളും കാടുകളും ഒക്കെ കയ്യേറുന്നു. അവിടുത്തെ മൃഗങ്ങളെ കൊന്നൊടുക്കുകയും മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. കാട്ടുമക്കൾക്കാകെയുള്ള ആശ്രയസ്ഥാനം അവർ ഇല്ലാതാക്കുന്നു. അതിനാലാണ് നമ്മുടെ കവി പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ നിലയിൽ എത്തിയതെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം എന്ന് പറയുന്നത്. ഓക്കെയാണോ? രണ്ടെണ്ണം. മൂന്നാമത്തത് ഒരു വിവരണക്കുറിപ്പ് തയ്യാറാക്കാനായിട്ടോ. ആ ടെസ്റ്റിനകത്തിലെ തന്നെ ആ വിവരണക്കുറിപ്പ് എങ്ങനെയാ കുഞ്ഞുങ്ങളെ? നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു നിന്നോ എന്നൊക്കെ ഒരു 3-4 ചോദ്യം അതിനകത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ? നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നോ? ഒരു കാലത്തിന്റെ സാമൂഹ്യ അവസ്ഥയുടെ സൂചനയാണ് ഈ വരികൾ, അല്ലെ? മറ്റു വരികൾ കൂടി വിശകലനം ചെയ്ത് കവിതയിൽ തെളിയുന്ന സാമൂഹ്യ ജീവിതത്തെ കുറിച്ചൊരു വിവരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ. ക്ലാസ്സിൽ വികസിപ്പിച്ച സൂചകങ്ങളുടെ സഹായത്തോടെ പരസ്പരം വിലയിരുത്തി മെച്ചപ്പെടുത്തുക. ആശയം, വാക്യഘടന, പദം, അക്ഷരം, ചിഹ്നം, വ്യവഹാര രൂപം എന്നിവയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ എഴുതണം. നോക്കൂ നിങ്ങൾ അതിൻ്റെ ആൻസർ അതൊന്ന് നോക്കണേ. കാടിറങ്ങി വന്ന കുറത്തി ഉറഞ്ഞു തുള്ളുകയാണ്. ഭദ്രകാളിയെ പോലെ കോപിച്ചാണ് അവൾ എത്തുന്നത്. അതിന് കാരണമുണ്ട്. തൻ്റെ മക്കളെ എല്ലാം ആരൊക്കെയോ ചേർന്ന് കൊന്നുകളഞ്ഞിരിക്കുന്നു. സമൂഹത്തിൻ്റെ അരികുകളിൽ ജീവിക്കുന്ന ആദിവാസികളും കറുത്ത മക്കളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ കാലത്തും ചൂഷണം ചെയ്യപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുകയാണ് ഈ കറുത്ത മക്കൾ. പാരഗ്രാഫ് തിരിച്ചു എങ്ങനെ വേണമല്ലോ എഴുതും കുഞ്ഞുങ്ങളെ. നോക്കിയേ. കാടിറങ്ങി വന്ന കുറത്തി ഉറഞ്ഞു തുള്ളുകയാണ്. ഭദ്രകാളിയെ പോലെ കോപിച്ചാണ് അവൾ എത്തുന്നത്. അതിന് കാരണമുണ്ട്. തൻ്റെ മക്കളെ എല്ലാം ആരൊക്കെയോ ചേർന്ന് കൊന്നുകളഞ്ഞിരിക്കുന്നു. സമൂഹത്തിൻ്റെ അരികുകളിൽ ജീവിക്കുന്ന ആദിവാസികളും കറുത്ത മക്കളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ കാലത്തും ചൂഷണം ചെയ്യപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുകയാണ് കറുത്ത മക്കൾ. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് കുറത്തി ശബ്ദിക്കുന്നത്. എൻ്റെ കറുത്ത മക്കളെ നിങ്ങൾ കൊന്നു തിന്നുകയാണോ അന്ന് അധികാരികളോട് അവർ കോപത്തോടെയാണ് ചോദിക്കുന്നത്, അല്ലേ? അവരെ കൊന്നാൽ ആരും ചോദിക്കും
ചോദിക്കാനില്ല അല്ലേ? എന്നാൽ ആ അമ്മ അത് ചോദിക്കാൻ കാടിറങ്ങി വന്നിരിക്കുന്നു. ദുഃഖത്താൽ കണ്ണീർ നിറഞ്ഞ തൻ്റെ മക്കളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നത് ആരാണ് എന്ന ചോദ്യവും കുറത്തി ഉയർത്തുന്നുണ്ട്. കാടിൻ്റെ മക്കളുടെ ദുരിത ജീവിതം ആരും കാണാൻ തയ്യാറാകുന്നില്ല. കാടിൻ്റെ മക്കളായി കാടിനോടിണങ്ങി ജീവിക്കുന്ന ജനതയുടെ ദുരിത ജീവിതത്തിൻ്റെ നേർചിത്രമാണ് ഈ കവിത നമുക്ക് കാട്ടിത്തരുന്നത്. എഴുതിയേക്കുന്ന വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതിനാൽ ഞാൻ ഈ 2 വട്ടം വായിക്കുന്നത് ഒന്നുകൂടെ വായിക്കാം. കാടിറങ്ങി വന്ന കുറത്തി ഉറഞ്ഞു തുള്ളുകയാണ്. ഭദ്രകാളിയെ പോലെ കോപിച്ചാണ് അവൾ എത്തുന്നത്. അതിന് കാരണമുണ്ട്. തൻ്റെ മക്കളെ എല്ലാം ആരൊക്കെയോ ചേർന്ന് കൊന്നുകളഞ്ഞിരിക്കുന്നു. സമൂഹത്തിൻ്റെ അരികുകളിൽ ജീവിക്കുന്ന ആദിവാസികളും കറുത്ത മക്കളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ കാലത്തും ചൂഷണപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുകയാണ് ഈ കറുത്ത മക്കൾ. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഈ കുറത്തി ശബ്ദിക്കുന്നത്. എൻ്റെ കറുത്ത മക്കളെ നിങ്ങൾ കൊന്നു തിന്നുകയാണോ എന്ന് അധികാരികളോട് അവൾ കോപത്തോടെ ചോദിക്കുന്നു. അവരെ കൊന്നാൽ ആരും ചോദിക്കാനില്ല. എന്നാൽ ആ അമ്മ അത് ചോദിക്കാൻ കാടിറങ്ങി വന്നിരിക്കുന്നു. ദുഃഖത്താൽ കണ്ണീർ നിറഞ്ഞ തൻ്റെ മക്കളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നത് ആരാണ് എന്ന ചോദ്യവും ഈ കുറത്തി ഉയർത്തുന്നുണ്ട്. കാടിൻ്റെ മക്കളുടെ ദുരിത ജീവിതം ആരും കാണാൻ തയ്യാറാകുന്നില്ല. കാടിൻ്റെ മക്കളായി കാടിനോടിണങ്ങി ജീവിക്കുന്ന ജനതയുടെ ദുരിത ജീവിതത്തിൻ്റെ നേർചിത്രമാണ് ഈ കവിത നമുക്ക് കാട്ടിത്തരുന്നത്. ഓക്കെ ആണോ? 3 എണ്ണം ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? മൂന്നാമത്തെ ആ 3 എണ്ണം മതി കുഞ്ഞുങ്ങളെ. നമ്മൾ അടുത്ത പാഠത്തിനകത്തിലാണ് വെളിയെ, കേട്ടോ, വെളിയെ എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ശിവലിംഗൻ എന്ന് പറയുന്ന ആൾ എഴുതിയ ഒരു കവിതയാട്ടോ. പി വെളിയെ എന്നാണ് പേര്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കവിതയുടെ ആശയം എഴുതാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എഴുതിയത് ആരാണ്? പി ശിവലിംഗൻ. അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടപ്പാടിയിലെ ഗവൺമെൻറ് സ്കൂളിലെ മുള്ളി എന്ന് പറഞ്ഞതിലാണ് അവിടെയാണ് അദ്ദേഹം പഠിച്ചത് കേട്ടോ. 4ാം ക്ലാസ് വരെ മാത്രം നാട്ടിൽ പഠനം നടന്നിട്ട് പിന്നെ യു പിയും ഹൈസ്കൂളും ഒക്കെ കൊല്ലം ജില്ലയിലാണ് അദ്ദേഹം പഠിച്ചത്. ഹയർ സെക്കൻഡറി പഠനം കണ്ണൂർ ജില്ലയിലും അങ്ങനെ അദ്ദേഹം ഓരോ സ്ഥലങ്ങളിലൊക്കെ പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ആരാ എഴുതിയെന്ന പി ശിവലിംഗൻ എന്ന് പറയുന്ന ആൾ എഴുതിയതാണ് വെളിയെ എന്ന് പറയുന്ന കവിത. അപ്പം നോക്കി, അതിൻ്റെ ആശയം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഗോത്രജന വിഭാഗത്തിൻ്റെ സംസ്കാരവും ജീവിതവും പ്രതിഫലിക്കുന്ന കവിതയാണ് കവിതയാണ് ഇത് എന്നെഴുതിയത് ഏതാ കുഞ്ഞുങ്ങളെ? വെളിയെ എന്ന് പറയുന്നത് കേട്ടോ. ഗോത്രജന വിഭാഗത്തിൻ്റെ സംസ്കാരവും ജീവിതവും പ്രതിഫലിക്കുന്ന കവിതയാണ് വെളിയെ എന്ന് പറയുന്നത്. ഇരുള വിഭാഗത്തിലെ ജനങ്ങളുടെ ജീവിത രീതിയാണ് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. ഇരുള വിഭാഗത്തിലെ ജനങ്ങളുടെ കാണാനൊക്കെ പറ്റുന്നുണ്ടോ? നോക്കാം. ഓക്കെ, ഇരുള വിഭാഗത്തിലെ ജനങ്ങളുടെ ജീവിത രീതിയാണ് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. നേരം പുലരുമ്പോൾ മുതൽ ജോലിക്കായി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അമ്മ പ്രസവിച്ചപ്പോൾ അവർക്ക് ആദ്യമായി വാസസ്ഥലമായിരുന്ന വയറ്റിൽ നിന്ന് പുറത്തേക്കിറങ്ങേണ്ടി വന്നു എന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? നേരം പുലരുമ്പോൾ മുതൽ ജോലിക്കായിട്ട് വീട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് പോകുന്നു. ഈ അമ്മ പ്രസവിച്ചപ്പോൾ അവർക്ക് ആദ്യമായിട്ട് വാസസ്ഥലമായിരുന്ന ആദ്യമായിട്ട് നമ്മളെ വയറ്റിനകത്തല്ലേ കുഞ്ഞുങ്ങളെ, അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. വയറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലേ. കുട്ടി വളർന്ന് വലുതായി. ഇനി വയസ്സറിയിക്കുമ്പോൾ അവളെ പുറത്ത് ഒരു പച്ച പന്തൽ കെട്ടി വീടിന് പുറത്ത് ഇരുത്തുന്നു. നമ്മുടെ ആ കഥയുടെ ആശയമാട്ടോ. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, അതായത് വയറ്റിൽ നിന്നും പുറത്ത് വന്നു കഴിഞ്ഞാൽ അവൾ തീർത്തും പുറത്തായി അല്ലേ. പിന്നെ ആ കുട്ടി വളർന്ന് വലുതായി വയസ്സറിയിക്കുക, പീരീഡ്സിലെ മെൻസസ് എന്നൊക്കെ പീരീഡ്സ് അതില്ലേ കുഞ്ഞുങ്ങൾ, ആ സമയത്തും പുറത്താക്കിയിട്ട് ഒരു പച്ച പന്തലൊക്കെ കെട്ടി വീടിന് പുറത്ത് അല്ലേ കുറച്ച് ദിവസത്തേക്ക്, അതിനെക്കുറിച്ചും പറയുന്നുണ്ട് ഈ പാഠത്തിൽ, മൂന്ന് ദിവസത്തേക്ക് വെളിയിൽ, വേറെ അവരുടെ മുറിക്കകത്തിലോട്ട് കയറ്റത്തില്ല, വെളിയിലാണ്. ഈ ആർത്തവ കാലത്ത് 3 ദിവസം മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ്. അവളെ കല്യാണം കഴിപ്പിച്ചയക്കുന്നതും പുറത്തേക്കാണ്. അവൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴും ചടങ്ങുകൾക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നു. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു 16 ദിവസമൊക്കെ അവരുടെ ആ സ്വന്തം വീട്ടിലോട്ട് കയറ്റത്തില്ല. അന്നേരം വാലായ്മ എന്ന് പറയും, വാലായ്മ കേട്ടോ. അവരുടെ വീട്ടിൽ വിളക്ക് കത്തിക്കത്തില്ല, അങ്ങനെ കുറേ ശീലങ്ങളുണ്ട്. 16 കഴിഞ്ഞെങ്കിലേ വിളക്ക് കത്തിക്കത്തുള്ളൂ. പണ്ടുള്ള ആചാരങ്ങൾ കേട്ടോ. ഇത് വാലായ്മയുടെ പേരിൽ നിന്നാണ് പറയുന്നത് കേട്ടോ.
അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഈ ചടങ്ങുകൾക്കായിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നു. മരിച്ചാൽ പുലയാചരണത്തിൻ്റെ പേര് പുലയുണ്ടെന്ന് പറയും കേട്ടോ. 16 ദിവസം മരിച്ചു കഴിഞ്ഞാൽ പുലയുണ്ടെന്നൊക്കെ ഉണ്ട് കേട്ടോ. മരിച്ചാൽ പുലയാചരണത്തിൻ്റെ പേരിലും അടിയന്തര ചടങ്ങുകൾ തീരും വരെയും അകറ്റി നിർത്തപ്പെടുന്നു അവരെ. കാടാണ് ഗോത്രജനങ്ങളുടെ വീട് അല്ലേ. കാടിൻ്റെ അകത്തളങ്ങളിൽ വിരുന്നെത്തിയവർ കാടിൻ്റെ ഉടമകളായതോടെ കാടിൻ്റെ മക്കളെ അവർ പുറത്താക്കി. ആദിവാസി സമൂഹം നേരിടുന്ന അവഗണനയും ക്രൂരതകളുമാണ് ഈ കവിതയിലൂടെ പി ശിവലിംഗൻ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ വെളിയെ എന്ന് പറയുന്നതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? ആരാ ഇത് എഴുതിയത്? പി ശിവലിംഗനാണ് കേട്ടോ. പേരൊക്കെ ഒന്ന് ഓർത്തോണേ. മുമ്പ് നമ്മൾ കടമ്മനിട്ടയുടെ ആയിരുന്നു, ഇത് പി ശിവലിംഗൻ്റെ ആണ് കേട്ടോ. പേര് രണ്ടും ഓർത്തോണേ കേട്ടോ. അപ്പോൾ ഇത് വൃത്തിയായിട്ട് ഇത് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, ആകെ പാടെ ഇത് എഴുതിയിട്ടുള്ളൂ. അപ്പം ഞാൻ ഇത് വലുതായിട്ട് എഴുതിയോണ്ടാണ് നിങ്ങൾക്ക് വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊക്കെ തോന്നുന്നത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം പിടികിട്ടുന്നുണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഇനി അടുത്ത പാഠം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഞാൻ നോട്ടിട്ട് തരാം കേട്ടോ. ഓക്കെ നിങ്ങളെ താങ്ക് യു.